വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കോയിൻ ബിൽഡിങ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതേ അങ്ങനെ ആ ബ്ലൂ കളറിൽ കാണുന്നതാണ് കോയിൻ ബിൽഡിങ് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് എമിറേറ്റ്സ് പാലസിലോട്ടാണ്. ഓക്കെ, ഇത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൈനാപ്പിൾ ബിൽഡിംഗ് ആണ്. പൈനാപ്പിളിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ എന്തൊക്കെ രസമുള്ള ബിൽഡിങ്ങുകളാണ്. ഇത് കണ്ടില്ലേ, ഈ പൈനാപ്പിൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് തുറന്നിരിക്കുന്നത് കണ്ടോ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺലൈറ്റ് ഇല്ലാത്ത ഭാഗമാകുമ്പോൾ അത് തുറന്നിരിക്കും. അങ്ങനെയാണ്. സൺലൈറ്റ് നല്ല ഉണ്ടാകുമ്പോൾ അതിങ്ങനെ അടക്കും. നമ്മുടെ പൈനാപ്പിളിൻ്റെ ഒക്കെ എന്താ തൊലി അടഞ്ഞിരിക്കുന്ന പോലെ അതിങ്ങനെ അടഞ്ഞിരിക്കുകയും ചെയ്യും. അങ്ങനെ ഓട്ടോമാറ്റിക് അത് അങ്ങനെ ആയിത്തീരും സൺലൈറ്റ് കിട്ടുമ്പോൾ. ഓക്കെ, അപ്പോൾ അതാണ് പൈനാപ്പിൾ ബിൽഡിംഗ്. അപ്പോൾ നമ്മൾ എമിറേറ്റ്സ് പാലസിൽ ഇതേ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഗാർഡൻ കണ്ടില്ലേ നിങ്ങൾ, എന്ത് ഭംഗിയാണ് ആ ഗാർഡന്. അപ്പോൾ നമ്മൾ ഈ ഒരു പാലസിലോട്ട് നമ്മുടെ നജ്മീർ മോൻ്റെ പ്ലാനാണ്, മൂപ്പരായിട്ടാണ് നമ്മൾ പോകുന്നത്. കണ്ടില്ലേ, ഇതാണ് പാലസ് എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റ് കംപ്ലീറ്റ്ലി എനിക്ക് ആ ഒരു വീഡിയോ എടുക്കാനുള്ള ആ ഒരു ടൈമൊന്നും കിട്ടിയിട്ടില്ല. കാരണം നമുക്ക് അതിനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. നൈറ്റിൽ പ്രോഗ്രാം ഉള്ള കാരണം ഇത് മോർണിംഗിൽ ഞങ്ങൾ പെട്ടെന്ന് പോയി വന്നതാണ് അവനായിട്ട്. ഇത് അറബി വേഷമൊക്കെ ധരിച്ച് നമ്മുടെ നജ്മീർ ബായ് നിൽക്കുന്നത് കണ്ടില്ലേ. ഓക്കെ, നമ്മൾ അങ്ങോട്ട് എൻ്റർ ചെയ്തു. നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ളി മാർബിളാണ്, ഫുള്ള്. ഞാൻ കുറേ വീഡിയോ ഞാൻ വിട്ടുപോയി. നമ്മുടെ കൈവരിയൊക്കെ അല്ലേ, സ്റ്റെയറിൻ്റെ കൈവരി അടക്കം മാർബിൾ കൊണ്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മരമൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മാർബിൾ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് ഫുള്ളി മാർബിളാണ്. ഇത്രയും ഭംഗിയുള്ളത്. പിന്നെ കുറേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഷോപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. വേണ്ടവർക്ക് വാങ്ങാം. പോക്കറ്റ് പൊളിയുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം കണ്ടല്ലോ, ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്. ഒരുപാട് പല രാജ്യങ്ങളിൽ നിന്നുള്ള വിസിറ്റേഴ്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്തൊരു ഭംഗിയാണ് കേട്ടില്ലേ. അതാണ് ഓവറോൾ വ്യൂ കേട്ടോ. ഓ മൈ ഗോഡ്, നല്ല രസമുണ്ട്. കണ്ടില്ലേ, ലൈറ്റും ഒക്കെ ആയിട്ട് ഇത് ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടോ, ഇതാണ് 1 2 3 4 നിലയോ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഷെയ്ഖ് താമസിച്ചിരുന്നതാണ്, പണ്ടത്തെ രാജാവ് താമസിച്ചിരുന്നതെന്നാണ് പറയണത്. അപ്പം ഇനി ഭാവിയിലുള്ളൊരു പ്ലാൻ ഇവർ തയ്യാറാക്കിയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് ശരിക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അത് കഴിഞ്ഞില്ലേ, കുറച്ചെടുത്തിട്ടുള്ളൂ ഞാൻ. ഇതിൻ്റെ മുകളിലെ വ്യൂ ആണ് കേട്ടോ. എന്ത് രസം നോക്കി, മുകളിലെ വ്യൂ കണ്ടില്ലേ നിങ്ങൾ, നല്ല ഭംഗിയുണ്ട് മുകളിലെ വ്യൂ. കണ്ടോ, നല്ല രസമായിട്ട് കടലൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസ്, ഇവിടെ കുറേ വാച്ചസും ഒക്കെ, നല്ല വില കൂടിയ വാച്ചസുകളും എല്ലാം ഉണ്ട്. പൈസ ഉള്ളവർക്ക് വാങ്ങാം. പിന്നെ ഇവിടെ എന്താ പറയുക, രാജാവ് യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇത് കണ്ടില്ലേ, ബിൽഡിങ്സും ഇതൊക്കെ ആക്കിയിട്ട് ആ ഒരു എന്താ പറയുക, ഫ്യൂച്ചറിൽ എന്തൊക്കെയോ സംഭവമാണെന്ന് തോന്നുന്നത് ചെയ്തു വെച്ചിട്ടുള്ളത്. ബിൽഡിങ്ങുകളാണ് കേട്ടോ കാണണമൊക്കെ. അങ്ങനെ ഇതാണ് നമ്മുടെ പ്രാചീന കാലത്തെ മാർബിളിലെ ഷെയ്ഖ് താമസിച്ചിരുന്ന സ്ഥലമാണ്. ഇതൊന്നും ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയ കൊട്ടാരത്തിന് ഷെയ്ഖിൻ്റെ കൊട്ടാരം ഒക്കെ കാണാൻ കഴിയുന്ന ഒരു ലക്കുള്ള കാലം. ഇതൊക്കെ അവർ യൂസ് ചെയ്തിരുന്ന കുറേ സംഭവങ്ങളും എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച മുകളിലെ വ്യൂ ഒന്നുകൂടെ കാണിക്കാം. കണ്ടോ, ഇതിൻ്റെ ഇടയിൽ പള്ളിയും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് മെയിൻ്റെനൻസ് കമ്പനി ടീമൊക്കെ ഇല്ലേ. പിന്നെ എനിക്ക് കൗതുകമായി തോന്നിയത് ഇതാണ് കേട്ടോ. അതൊന്ന് കണ്ടോക്കൂ. കയറി വരുന്നിടത്തൊരു ലേഡി ഇങ്ങനെ എന്താ പറയുക, പിയാനോ വായിക്കുന്നതാണ് നമുക്ക് കാണാൻ. സുന്ദരിയായിട്ടുള്ളൊരു റഷ്യൻ ലേഡിയോ എന്തോ ആണ്. സുന്ദരിയാണ് എന്തായാലും അവർ. പിന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ല, എന്ത് ഭംഗിയാണ്. റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ.
ആവശ്യമുള്ളവർക്ക് പോയിട്ട് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോസും എല്ലാം എടുത്തു, കുറേ ഫോട്ടോസുകൾ എടുത്തു. പിന്നെ ഇവിടുത്തെ ഡസ്റ്റ്ബിൻ ഞാൻ കാണിച്ചു തരാം. അല്ലേ കണ്ടോ, സ്വർണ്ണത്തിൽ തീർത്ത ഡസ്റ്റ്ബിൻ. പിന്നെ ടോയ്ലറ്റൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. ഗോൾഡൻ്റെ എന്താ പറയുക ടോയ്ലറ്റ് എന്നൊക്കെയാണ് പറയണത്, അതൊക്കെ ഞാൻ വിട്ടുപോയി. പിന്നെ ചെറിയൊരു ചെറുമാതിരി നിങ്ങൾക്കൊരു എന്താ പറയുക ഇതൊന്ന് കാണാനുള്ള അവസരം ഉണ്ടാക്കി തന്നേ ഉള്ളൂ. ഡീറ്റെയിൽഡ് വീഡിയോ ഇനി ഞാൻ നെക്സ്റ്റ് ടൈം ചെന്നിട്ട് എടുക്കാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് മഴയൊക്കെ ചാറിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ലൊരു അടിപൊളി നാടൻ ഫുഡ് നമുക്ക് കഴിക്കാൻ ആഗ്രഹമായിട്ട് നജ്മീർ നമ്മളെ കൊണ്ടുപോയത്. നല്ല അടിപൊളി നാടൻ ഫുഡ് എടുത്തു. അതിൻ്റെ വീഡിയോ ഞാൻ ശരിക്കും എടുത്തില്ല കേട്ടോ, അതും വിട്ടുപോയി. Okay guys, thank you so much. Thanks for watching.